എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്, ലാസ്റ്റ് ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ജസ്റ്റ് അതിനകത്ത് എക്സാമ്പിൾസ് വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ PPT ഇതിൽ കാണിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുത്താലും മതി. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗുഡ് ആഫ്റ്റർനൂൺ തന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഇപ്പം കുറേ ലോങ് അവേഴ്സ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കാം, ജസ്റ്റ് നടക്കണമെങ്കിൽ നടക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ എന്ത് ഫുഡ് കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് അല്ലെങ്കിൽ ഡൗട്ട്, അല്ലെങ്കിൽ കൂടുതൽ പേരും ചിലപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ കാണും. അപ്പം എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എത്ര അളവിൽ കഴിക്കണം, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ എൻഡ് ഓഫ് ദി സെക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഈറ്റിംഗ് പാറ്റേൺസ്, ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ എന്തൊക്കെ ഈറ്റിംഗ് പാറ്റേൺസ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് ആയിട്ട് ഫുഡ് കഴിക്കുക. നമ്മൾ സാധാരണ മോർണിംഗ്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ ഒരു 3 മീൽസ് ആയിരിക്കും സാധാരണ കഴിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അതിനെ മോർണിംഗ്, മിഡ് മോർണിംഗ്, ലഞ്ച്, ഈവനിങ്, ഡിന്നർ, ബെഡ് ടൈം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെവിനെസ് അധികം ഫീൽ ചെയ്യില്ല, ഇൻഡൈജഷൻസ് വരത്തില്ല, ഡൈജഷൻ കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. ഹാർട്ട് ബേൺസോ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലൊക്കെ നമുക്ക് നൈറ്റ് ടൈമിൽ വരില്ലേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്ലിറ്റ് മീൽസ് ആയിട്ട് കഴിക്കാൻ പറയുന്നത്. പിന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു സ്കിപ്പ് ചെയ്യുന്ന, ഇപ്പം ഏർലി മോർണിംഗ് സിക്നസ് ഉള്ളവരെന്താണ്, നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ പാടെ ഈ പറഞ്ഞ പോലെ ലിക്വിഡ്സ് ആയിട്ട്, ഇപ്പോൾ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് പകരം കുറച്ചും കൂടെ എന്തെങ്കിലും നട്ട്സോ സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം രാവിലെ ഒന്ന് ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ക്രാക്കേഴ്സോ നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോർണിംഗ് സിക്നസ് ഉള്ളവർ മാത്രം. അപ്പം മീൽസ് നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കഴിക്കാൻ നോക്കുക. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ളത്, നട്ട്സ്, സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് ഷുഗറി ആയിട്ടുള്ളത്, പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ളത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പുകൾ, ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടൈമിൽ ഫുഡ് കഴിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഏർലി ഡിന്നേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ നെഞ്ചിരിച്ചിൽ, അതായത് ഹാർട്ട് ബേൺസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏർലി ഡിന്നേഴ്സ്. അത് എപ്പോൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കിടക്കുന്നതിനും നമ്മുടെ ബെഡ് ടൈമിനും ഒരു 3 hours മുന്നേ ഡിന്നേഴ്സ് ഫിനിഷ് ഓഫ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഹാർട്ട് ബേൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹെൽത്തി സ്നാക്സ് എടുക്കുക, അത് മീൻസ് നമ്മൾ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ക്രേവിങ്സ്, അവേർഷൻസ് ഒക്കെ വരും. ആ ഒരു ടൈമിൽ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആകും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം അത് അലോ ചെയ്യുക നമ്മുടെ ഡയറ്റിൽ. അല്ലാത്തപ്പോൾ മാക്സിമം ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ബാലൻസ് ഡയറ്റ്, അതായത് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഇപ്പം ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ അല്ലാതെ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് നോർമൽ ബാലൻസ് ഡയറ്റാണ്. അതായത് ഇപ്പം സിറിയൽസ്, പൾസസ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, ഓയിൽസ് ആൻഡ് സീഡ്സ്, ഇങ്ങനെ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഡെയിലി നമ്മുടെ ഡയറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സിറിയൽസ് എന്ന് പറയുന്നത് റൈസ് ആവാം, അല്ലെങ്കിൽ വീറ്റ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്സ് ആവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് സിറിയൽ കാറ്റഗറിയിൽ വരുന്നത്. അപ്പം എക്സ്ട്രാ നമ്മളൊരു 300 grams എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കപ്പൊക്കെ നമുക്കൊരു 100 to 150 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു 100 ഫസ്റ്റ് ട്രൈമസ്റ്ററിലല്ല കേട്ടോ, സെക്കൻഡ് ആൻഡ് തേർഡിലാണ് നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതലുള്ളത്.
പിന്നെ ഈ പറഞ്ഞ പോലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ചിലപ്പം ഒരു അവേർഷൻസ്, ചിലപ്പോൾ മിൽക്ക് അത്രയും കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരം മിൽക്ക് പ്രോഡക്ട്സ് എടുത്താലും മതി. കേർഡ്, പ്ലെയിൻ യോഗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പകരം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പൾസസ് എന്ന് പറയുമ്പോൾ ചെറുപയർ, കടല, അങ്ങനെയുള്ള പയറ് വർഗ്ഗത്തിലുള്ള കാര്യങ്ങളാണ് പൾസസ്. ഇതിലെന്ന് പറയുമ്പം ഗ്യാസ് ഫോമിങ് കണ്ടന്റുകളുണ്ട്. അതാണ് കൂടുതൽ പേർക്കും കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നത്. ഇതിനെ കുക്കിംഗ് മെത്തേഡ്സിൽ നമ്മൾ ഒന്നെങ്കിൽ സോക്ക് ചെയ്യുക. സാധാരണ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്യുക. സ്പ്രൗട്ട് ചെയ്തിട്ട് റോ ആയിട്ട് യൂസ് ചെയ്യരുത്, കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് ഫോമിങ് കണ്ടന്റുകൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതി ഒരു ഫുൾ പ്രഗ്നൻസിയിൽ ഇത് അവോയ്ഡ് ചെയ്യാതെ ഇങ്ങനെയുള്ള കുക്കിംഗ് മെത്തേഡ്സിലൂടെ ഇത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഈ എഗ്ഗ് ആണെങ്കിൽ ഒരു ഹോൾ എഗ്ഗ് ഫുള്ളായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതിന് കൊളസ്ട്രോൾ ഇഷ്യൂസോ വേറെ ഇപ്പോൾ ഹൈപ്പർ ഡിസ്ലിപ്പിഡിയമോ ഉള്ളവരാണെങ്കിലോ ഒക്കെ നമുക്ക് ഒരു ഹോൾ എഗ്ഗ് ഈ ഒരു ഫുൾ പ്രഗ്നൻസി പീരീഡിൽ ആഫ്റ്റർ ഡെലിവറിയിലും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എഗ്ഗ് യോക്കിലുള്ള ന്യൂട്രിയൻസ് ആണ്, കോളിൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങനെ എഗ്ഗ് എന്ന് പറയുന്ന ഹോൾ എഗ്ഗായിട്ട് തന്നെ എടുക്കുക. ചിലർക്ക് വൈറ്റ് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊന്ന് കറിയിൽ യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെ ഓംലെറ്റ് ആയിട്ടോ അതിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് അമ്മയും കുഞ്ഞും ഇരട്ടി ആഹാരം കഴിക്കണം എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. സാധാരണ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 14 വീക്ക് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു പാറ്റേണിൽ പോയാൽ മതി. എക്സ്ട്രാ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ട, എക്സ്ട്രാ വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് വേണം, ഫോളിക് ആസിഡ് വേണം, വൈറ്റമിൻ B12 വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ നീഡ്സ് അവിടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ക്വാണ്ടിറ്റി നമ്മൾ അവിടെ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ ബേബിയുടെ ഗ്രോത്ത്, ഫീറ്റൽ ഗ്രോത്ത് കൂടുതലും സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കുഞ്ഞിന് വെയിറ്റ് നോർമൽ ആവണം എന്നാണ്. അപ്പം അമ്മയുടെ വെയിറ്റ് കൂടുന്നത് ചിലപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടണമെന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുഞ്ഞിൻ്റെ ഫീറ്റൽ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇനി പോകെ ഓരോ സ്ലൈഡ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനർജി റിക്വയർമെൻറ്റ്, പ്രോട്ടീൻ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. റൈസ്, വീറ്റ്, ഓട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 300 ഗ്രാം അല്ലെ 350 ഗ്രാം ഒക്കെ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു എമൗണ്ട് പറയാമെന്നേ ഉള്ളൂ. പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ഹൈറ്റ്, ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം വേരി ചെയ്യും. ഓക്കെ, നമുക്ക് എക്സാക്റ്റ് ഇത്രയും ആണ് വേണ്ടത് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് റിക്വയർമെൻറ്റ് കുറവാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 9.5 ഗ്രാമാണ് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് എക്സ്ട്രാ നമുക്ക് പ്രോട്ടീൻസ് വേണ്ടത്. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 22 ഗ്രാമാണ് എക്സ്ട്രാ ഈ പ്രോട്ടീൻസിൻ്റെ നീഡ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി എത്ര എടുക്കണം എന്നുള്ളത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ എഗ്ഗ്, ഫിഷ്, ചിക്കൻ, പൾസസ്, ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ സോഴ്സുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എഗ്ഗിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാമോ? 6. ഓക്കെ, ജിമ്മിൽ പോണവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് എക്സ്ട്രാ 9.5 ആണ് പ്രോട്ടീൻ വേണ്ടത്. അപ്പം നമുക്ക് ഒരു ഹോൾ എഗ്ഗ് എടുക്കാം, 2 എഗ് വൈറ്റും കൂടെ എക്സ്ട്രാ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 22 ഗ്രാമാണ് തേർഡ് ട്രൈമസ്റ്ററിൽ വേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും കൂടെ എഗ്ഗ് തന്നെ ഇൻക്രീസ് ചെയ്യണമെന്നില്ല കേട്ടോ, ഫിഷോ ചിക്കനോ അതിന് പകരമുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്ക് വരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ,
ഇനിയാണ് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസിലേക്ക് പോകുന്നത്. ഇതൊന്നും നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. കോളിൻ എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതായത് കുഞ്ഞിൻ്റെ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ആഫ്റ്റർ ബർത്ത് ആണെങ്കിൽ കൂടി നമുക്കൊരു 6 മന്തും അവരുടെ ഒരു 1 to 4 ഇയർ വരെയും കഴിക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ആണ് ഫോളിക് ആസിഡ്, ഈ കോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫുഡാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എഗ് യോക്ക് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഫുള്ളായിട്ടൊരു ഹോൾ എഗ്ഗ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സാധാരണ നമുക്കൊരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും വൊമിറ്റിങ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോസിയ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. പക്ഷേ നമുക്ക് അങ്ങനെ വരുന്ന ഫുഡുകൾ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ ജസ്റ്റ് ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് നമ്മളൊരു തേർഡ് ട്രൈമസ്റ്റർ വരെ പോകരുത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബനാന അല്ലെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ എഗ്ഗ്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് യോഗട്ടും ബനാനയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്. നെക്സ്റ്റ് ഫോളേറ്റ് ആൻഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഇനിഷ്യൽ തൊട്ട് എല്ലാവരും സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെമൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവർ കുക്ക് ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ലോസ് ആകും ഫോളിക് ആസിഡ്. അതിന് ഏറ്റവും എക്സാമ്പിളാണ് നമ്മൾ മുട്ട ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ യോക്കിൻ്റെ കളർ സാധാരണ യോക്കിൻ്റെ ഔട്ടർ കവറിങ് നിങ്ങൾ സാധാരണ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ ഗ്രീൻ ആണോ അതോ യെല്ലോ ആയിട്ട് തന്നെയാണോ? ഗ്രീൻ മീൻസ് ഒരു ബ്ലാക്ക് ഒരു ഷെയ്ഡ് വരില്ലേ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഓവർ കുക്ക് ചെയ്ത് ഫോളിക് ആസിഡ് അതിൽ നിന്ന് ലോസ് ആകുമ്പോഴാണ് ആ ഒരു കളർ വരുന്നത്. അപ്പോൾ അത്രയും ഒരു കളർ വരാതെ നമ്മൾ സോഫ്റ്റ് ബോയിൽ ചെയ്തിട്ട്, അത് റോ ആയിട്ട് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഇനി എഗ്ഗ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓവർ കുക്ക് ആവാതിരിക്കുക. ഫോളിക് ആസിഡുള്ള ഫുഡുകളൊന്നും തന്നെ, അതായത് പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് അത് കുക്ക് ചെയ്യാതിരിക്കുക. ജസ്റ്റ് അതൊന്ന് കുക്കാവുന്നവരെ, ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒന്നും കൂടെ എൻഹാൻസ് ആവുന്നവരെ. ഈ ബ്രോക്കലിയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ബോയിൽ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ അത് സ്റ്റീം ചെയ്യുന്നതാണ്. നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള കളർ അത്രയും എൻഹാൻസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുക്കിംഗ് മെത്തേഡ്സിൽ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അയഡിൻ ഓൾറെഡി നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ മറൈൻ ഫിഷുകൾ അല്ലെ യോഗട്ട്സ്, സോയാബീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സോഴ്സുകൾ. അപ്പോൾ സോഴ്സുകൾ വേണ്ടവർ ജസ്റ്റ് ഫോട്ടോ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൈമിൽ അയഡിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അമ്മയുടെ തൈറോയ്ഡ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിന് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒന്നും വരാതെ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഫുഡാണ്. ഓക്കെ, അയഡിൻ എന്ന് പറയുന്നത്. ഞാൻ കുക്കായിട്ട് പറഞ്ഞു, പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോട്ടീൻ നമ്മൾ ഫസ്റ്റ് സ്ലൈഡോട്ട് കേൾക്കുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത്രയും ഗ്രാംസ് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സോഴ്സുകൾ എഗ്ഗ്, ഫിഷ്, ചിക്കൻ, പൾസസ്. അപ്പോൾ അതിൽ മുതിര അല്ലെങ്കിൽ ചെറുപയർ, കടല അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ. നട്ട്സ് ആണെങ്കിൽ ആൽമണ്ടും വാൾനട്ടും നമ്മൾ സാധാരണ സോക്ക് ചെയ്തിട്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൻറ്റി ന്യൂട്രിയൻസും ഗ്യാസ് ഫോമിങ് കണ്ടൻറ്റുകളും ഉണ്ട് ഔട്ടർ കവറിങ്ങിൽ. അപ്പോൾ ആൽമണ്ടും വാൾനട്ടും ഒക്കെ എപ്പോഴും ഒന്ന് സോക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഡയറ്റിൽ നല്ലത്. ഓക്കെ, അയൺ, ഫോളിക് ആസിഡ് പോലെ തന്നെയാണ് അയണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു പ്രീമച്വർ ഡെലിവറി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അയണിനുണ്ട്. അതുപോലെ തന്നെ അമ്മ അനീമിക് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അയൺ എന്ന് പറയുന്നത്. അയണിൻ്റെ അബ്സോർപ്ഷന് എല്ലാവർക്കും അറിയാൻ പറ്റും. അയണിൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ന്യൂട്രിയൻ്റാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ഫുഡിനോടൊപ്പം ചായ എടുക്കരുത്, കോഫി കൂടുതൽ എടുക്കരുതെന്ന് വെച്ചാൽ അയണിൻ്റെ അബ്സോർപ്ഷനെ ബോഡിയിൽ കുറയ്ക്കുന്ന ആൾക്കാരാണ് ഈ ടീ, കോഫി എന്നുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു 50% ഒക്കെ ഇത് നോൺ വെജിലും ഉണ്ട് അയൺ, വെജ് സോഴ്സിലും ഉണ്ട്. അപ്പോൾ സാധാരണ നോൺ വെജിൽ അയണാണ് ബോഡിക്ക് കുറച്ചും കൂടി ഇഷ്ടം.
വെജ് സോഴ്സിലുള്ള അയൺ ബോഡി ഒരു 50% ഒക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ചിലപ്പോൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും, പക്ഷെ അയണിൻ്റെ ലെവലും HB ഒക്കെ വളരെ ലോ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിവിടെ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ടീ കോഫി എടുക്കുന്നതിന് പകരം ഒരു ലൈം ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അതിന് പകരം എടുക്കുക. അല്ലെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിൽ പേരയ്ക്ക, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക അല്ലെങ്കിൽ ഓറഞ്ച്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലും നമ്മൾ ആ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ കഴിക്കുക. അയൺ ഇഷ്യൂസ് ഉള്ളവർ നോർമലായിട്ടുള്ള എല്ലാവർക്കും എടുക്കാം. പിന്നെ ലഞ്ചിൻ്റെ ടൈമിലാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ ഒരെണ്ണം ആഡ് ചെയ്ത് ഒരു സാലഡ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി കാൽസ്യം സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ആഫ്റ്റർ ഡെലിവറി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സപ്ലിമെൻ്റാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞു, ഈ പ്രോട്ടീൻ്റെ ഇത്രയും സോഴ്സുകൾ തന്നെയാണ് കൂടുതലും കാൽസ്യത്തിൻ്റെ സോഴ്സുകൾ. കോമൺ ആയിട്ടുള്ള കുറേ സോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു കാര്യം കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ യോഗട്ട് അല്ലെങ്കിൽ കോട്ടേജ് ചീസ് അല്ലെങ്കിൽ കേർഡ് അല്ലെങ്കിൽ എഗ്ഗ്, ഫിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും കാൽസ്യത്തിൻ്റെ സോഴ്സുകളാണ്. നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കൂടുതലും വരുന്നതെന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും, ഞാൻ അയണിൻ്റെയും വൈറ്റമിൻ സിയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കാൽസ്യവും വൈറ്റമിൻ ഡിയും. വൈറ്റമിൻ ഡി നമുക്കറിയാം കുറച്ചും കൂടി ഒരു ടയർഡ്നെസ് ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കൂടുതലും എന്തെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ആ സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ ഹെയർ ലോസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി പ്ലസ് അതിൻ്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് കാൽസ്യമാണ്. അതാണ് നമ്മൾ കൂടുതലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും കോമൺ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എന്താ വാട്ടറിൻ്റെ കൂടെ എടുക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ മിൽക്കിൽ എടുക്കുന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ കാൽസ്യമാണ് അതിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് രണ്ടും. എഗ്ഗാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഫുഡായിട്ട് കേട്ടത്. കാരണം എല്ലാ ന്യൂട്രിയൻസും ഉള്ള വളരെ നമുക്ക് ചീപ്പ് ആൻഡ് കോമൺ ആയിട്ടുള്ളൊരു ഫുഡാണ് എഗ്ഗ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ നോർമൽ സൺലൈറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇപ്പം ചിലപ്പോൾ കൂടുതൽ പേര് 9 to 5 ജോബ് ഉള്ളവരായിരിക്കും, സൺലൈറ്റ് അത്ര എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പോൾ ഫുഡിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് കൂടുതലുള്ള കൺസേൺസ്, അതായത് മോർണിംഗ് സിക്നെസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് ബേൺ, അബോഷൻസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം, അതായത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത്, ഹാർട്ട് ബേൺ അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ നൈറ്റ് ടൈമിൽ അത്ര ഹെവി ആയിട്ട് ഓയിലി ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഡിന്നർ ഫുഡിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് ബേൺ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ മോർണിംഗ് സിക്നെസ്, അപ്പോൾ ആ ഒരു ടൈമിൽ എഴുന്നേറ്റ പാടെ നമ്മൾ ടീ കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യാതെ സോളിഡ് ആയിട്ടുള്ള ഫുഡുകളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷൻ, ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ റിക്വയർമെൻറ്റും കൂടുതലാണ്. കാരണം നമ്മുടെ വെയിറ്റ് ഇൻക്രീസ്ഡ് ആവുകയാണ്. 1 ലിറ്റർ നമ്മുടെ ഒരു ബോഡിയിൽ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കേണ്ടതെന്ന് അറിയാവോ? 2 ലിറ്റർ ആണോ? 2.5 ആണോ? പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി വെയിറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ബോഡി വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 35 കൊണ്ട്. ഓക്കെ, എല്ലാവരും ലെസ് ദാൻ 60 ഇയർ ആയതുകൊണ്ട് എന്നാൽ നമുക്ക് അത്രയും ഫ്ലൂയിഡാണ് കുടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ബോഡി വെയിറ്റ് 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും ലിറ്റേഴ്സാണ് നമ്മൾ കുടിക്കേണ്ടത്. ലിറ്റേഴ്സ് അത് 2000 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2.1 ലിറ്റർ അങ്ങനെ. ഓക്കെ, അപ്പോൾ അത്രയും ലിറ്റേഴ്സ് ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് സെക്കൻഡ് ആൻഡ് തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് ആയിരിക്കും കുടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടറായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളാണ് ലിസ്റ്റുകൾ. അതായത് മെർക്കുറി കണ്ടൻറ്റുള്ള, നമ്മൾ കൂടുതലും ചിലപ്പോൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രഗ്നൻസി ടൈം തൊട്ട് ഇനിഷ്യൽ സ്റ്റേജിലെ കൂടുതലും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതായത് നമ്മളിപ്പം മെർക്കുറി കണ്ടൻറ്റുള്ള, അതായത് കൂടുതൽ വലിയ ഫിഷുകൾ, ഷാർക്ക്, തെരണ്ടി, അങ്ങനെയുള്ള ഫിഷുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. റോ ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മീറ്റ് അല്ലെങ്കിൽ റോ എഗ്ഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റോ ആയിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക. ഇൻഫെക്ഷൻസും സാൽമണല്ല, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ്. ഞാൻ സോഫ്റ്റ് ബോയിലാണ് പറഞ്ഞത് കേട്ടോ, റോ ആയിട്ട് എഗ്ഗ് എടുക്കരുത്. പിന്നെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഓർഗൻ മീറ്റ്സ്,
അതും നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് അത്രയും ഇഷ്യൂസ് വരുന്നില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതൽ അളവിൽ ഓർഗൻ മീറ്റ്സ് കഴിക്കാതിരിക്കുക. വൈറ്റമിൻ എ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോംപ്ലിക്കേഷൻസ്, അബോർഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓർഗൻ മീറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കോമൺ ആയിട്ടുള്ള തന്നെ കേട്ടോ. ടീ കോഫിയൊക്കെ എല്ലാവരും ഇപ്പോഴും കുടിക്കുന്നുണ്ടോ? മാക്സിമം അളവ് കുറയ്ക്കുക. കഫീൻ കണ്ടൻ്റ് ഉള്ളത് ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് പ്രത്യേകിച്ച്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോഫി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും കഫീൻ കണ്ടൻറ്റുകൾ കൂടുതലുള്ളതുകൊണ്ട് അയണിൻ്റെ അബ്സോർപ്ഷനും വീണ്ടും ബോഡിയിൽ കുറയുക. അപ്പം ലിമിറ്റഡ് സ്ട്രോങ് ആയിട്ടുള്ള കോഫി എടുക്കുന്നവർ കുറച്ചും കൂടെ ലൈറ്റ് കോഫി എടുക്കാൻ നോക്കുക. കൂടുതൽ കപ്പിൽ കുടിക്കുന്നവർ കുറച്ചും കൂടെ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ സ്പ്രൗട്ട്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു സ്പ്രൗട്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഗ്യാസ് ഫോർമേഷൻ പോകുന്നു. പക്ഷേ കുക്ക് ചെയ്തിട്ട് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിനകത്തൊരു ബാക്ടീരിയൽ ഗ്രോത്ത്, കാരണം ഒരു 2 days എങ്കിലും എടുക്കും അതൊന്ന് സ്പ്രൗട്ടായി വരാൻ. പുറത്താണ് വെക്കുന്നെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുവാണെങ്കിൽ കൂടി ബാക്ടീരിയൽ ഗ്രോത്തിന് ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്രൗട്ട്സ് എപ്പോഴും കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? കോമൺ ആയിട്ട് വരുന്നത് അന്ന് 2 ഡൗട്ട് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഞാനായിട്ട് പറയാം. പപ്പായയും ഡേറ്റ്സും. ഓക്കെ, അപ്പോൾ പപ്പായ എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ പൈനാപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. പപ്പായ എന്ന് പറയുന്നത് റോ ആയിട്ട് അധികം എടുക്കാതിരിക്കുക. പപ്പയിൽ നിന്നൊരു കണ്ടന്റ് ഉണ്ട്. പക്ഷേ നമുക്ക് റൈപ്പനായിട്ടുള്ള പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡേറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ നമ്മൾ 2-3 കിലോ കഴിക്കുന്നുള്ളൂ, കൂടുതൽ കഴിക്കുന്നതല്ല. അത്ര അളവേ നമുക്ക് ബോഡിയിൽ ഒരു ഹാൻഡ്ഫുള്ളേ നമുക്ക് സീഡ്സ് ആൻഡ് നട്ട്സ് ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ആരെങ്കിലും സീഡ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു 30 grams കൂടുതൽ സീഡ്സ് യൂസ് ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്തെങ്കിലും കോമൺ ഡൗട്ട്സോ എന്തെങ്കിലും കൺസേൺസോ പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് ചോദിച്ചോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, താങ്ക് യു. ശരിക്കും പുതിയ സ്റ്റഡീസ് വെച്ച് പറയുന്നത് നമുക്കൊരു ഉച്ച ടൈമിലുള്ള, പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഒരു 10 minutes ശരിക്കും മോർണിംഗിൽ, ഏർലി മോർണിംഗിൽ ആ ഒരു സൺലൈറ്റ്, ഈവനിങ് സൺലൈറ്റും ആണ് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളത്. ഉച്ചയ്ക്കത്തെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ UV എക്സ്പോഷർ ഉള്ളതാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ഈവനിങ് ഉള്ള സൺലൈറ്റ് ഒരു 10 minutes എങ്കിലും, അത് നമ്മൾ ഈ നോർമൽ ഫുൾ ലെങ്തുള്ള സ്ലീവൊക്കെ ഇട്ടുള്ള ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്പോഷർ വരത്തില്ല. അപ്പം കുറച്ചും കൂടെ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് സൺലൈറ്റ് എക്സ്പോഷർ വരുന്നതായിരിക്കും കുറച്ചും കൂടെ. വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ ഡൗട്ട് ഉണ്ടോ? Sauce and cheese spread. It is okay to have. Cottage cheese. Specifically some cheese, all cheese we can അതായത് നമുക്ക് കൂടുതലും എല്ലാവരും കഴിക്കുന്നതായിരിക്കും, കാരണം മുകളിലുള്ളവരൊക്കെ കൈയടിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ല, നമ്മൾ ഷോപ്പുകളിൽ അൽഫാം ഉണ്ടാക്കുന്നത്, ഓൾറെഡി അവരൊന്ന് കുക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ നമ്മൾ പറയുമ്പോൾ വീണ്ടും അത് റീഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കാർസിനോജൻസ് കുറച്ചും